കപ്പലപകടം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച് കേരളം. കപ്പൽ പൂർണ്ണമായും കേരള തീരത്ത് നിന്ന് മാറ്റാൻ കമ്പനിയോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെയും തീരത്തിന്റെയും ആശങ്കയെ അകറ്റാനും നഷ്ടപരിഹാരത്തിനായി നിയമ നടപടികൾക്കും ഒരുങ്ങുകയാണ് കേരളം. ഊഹാപോഹങ്ങളിൽ കുടുങ്ങരുത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം പൂർണ്ണതോതിൽ പാലിക്കണം. 643 കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. 73 എണ്ണം ശൂന്യമാണ്. 13 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ഉണ്ട്. 4608 ഹൈഡ്രാസിൻ എന്ന പ്ലാസ്റ്റിക് ഘടകവും ഒരെണ്ണം റബ്ബർ കോമ്പൗണ്ട് അടങ്ങിയതുമാണ്. തടി, പഴങ്ങൾ തുടങ്ങിയവയും ചിലതിലുണ്ട്. 100ഓളം കണ്ടെയ്നർ കടലിൽ പതിച്ചിട്ടുണ്ടാകുമെന്നാണ് നിഗമനം. തീരത്ത് 54 കണ്ടെയ്നറുകൾ അടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്നും നർഡിൽസ് എന്ന ചെറിയ പ്ലാസ്റ്റിക് തരികൾ നീക്കാനുള്ള പ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. ഡ്രോൺ സർവേ പൂർത്തിയാക്കി. പോലീസ്, SPC, ആപ്തമിത്ര, സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ എന്നിവരെ വിന്യസിച്ചിട്ടുണ്ട്. കണ്ടെയ്നറുകളും നർഡിൽസും കൈകാര്യം ചെയ്യാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മാർഗരേഖ ഇറക്കിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡ്, നേവി, ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ CBRN ടീം, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രതിനിധികൾ, പോലീസ്, ഫയർഫോഴ്സ് എന്നിവരാണ് രംഗത്തുള്ളത്. കപ്പലുടമയായ MSC കമ്പനിയുമായി ചർച്ച നടത്തി. പരിസ്ഥിതി ആഘാതം, തൊഴിൽ, ടൂറിസം മേഖലയിലെ നഷ്ടം എന്നിവയുടെ ചെലവുകൾ കണക്കാക്കും. മുങ്ങിയ കപ്പലിന്റെയും ആഴത്തിലുള്ള കണ്ടെയ്നറുകളുടെയും സ്ഥാനം കൃത്യമായി കണക്കാക്കാനുള്ള സോണാർ സർവേ തുടങ്ങും. കൃത്യസ്ഥാനം നിശ്ചയിച്ചാൽ ചുറ്റും ബോയയിട്ട് അടയാളപ്പെടുത്തി മറ്റ് സ്ഥലങ്ങളിൽ മത്സ്യബന്ധനത്തിന് അനുവാദം നൽകുന്നത് ആലോചിക്കും. കപ്പലിലെ ഇന്ധനം ജൂൺ 3-ന് പുറത്തെടുക്കും. കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് താൽക്കാലിക ആശ്വാസമായി ഓരോ കുടുംബത്തിനും 1000 രൂപയും 6 കിലോ അരിയും നൽകാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ പ്രശ്നബാധിതരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകുകയാണ് പദ്ധതി. കപ്പലിലെ ഷെയറുകളിൽ 13 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടായിരുന്നു. ഭാരം മൂലം ഇത് കടലിലേക്ക് താഴ്ന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. കേരളത്തിലെ പരിസ്ഥിതി ആഘാതം, തൊഴിൽ നഷ്ടം, ടൂറിസം നഷ്ടം എന്നിവയുടെ ചെലവുകൾ കണക്കാക്കി നഷ്ടപരിഹാരം തേടേണ്ടതുണ്ട്. കപ്പൽ പൂർണ്ണമായും കേരള തീരത്ത് നിന്ന് മാറ്റണമെന്നും ആവശ്യപ്പെട്ടു. കപ്പൽ അപകടം സംസ്ഥാനം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപകടം നടന്ന സ്ഥലത്തേക്ക് പോണ്ടിച്ചേരിയിൽ നിന്നും ഒരു കപ്പൽ തിരിക്കുന്നുണ്ട്. മുങ്ങിയ കപ്പലിന്റെയും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന കണ്ടെയ്നറുകളുടെയും സ്ഥാനം കൃത്യമായി കണക്കാക്കാനുള്ള സോണാർ സർവേ ഇന്ന് ആരംഭിച്ചിരുന്നു. കൃത്യമായി സ്ഥാനം നിശ്ചയിച്ചാൽ അതിനു ചുറ്റും ബോയയിട്ട് അടയാളപ്പെടുത്തിയ ശേഷം മറ്റ് സ്ഥലങ്ങൾ മത്സ്യബന്ധനത്തിന് അനുവദിക്കും. മത്സ്യം ഉപയോഗിക്കാതിരിക്കാനുള്ള സാഹചര്യം നിലവിലില്ല. ഇക്കാര്യത്തിൽ വേണ്ട പരിശോധനകൾ ബന്ധപ്പെട്ട ഏജൻസികൾ നടത്തുന്നുമുണ്ട്. ഡയറക്ടർ ജനറൽ ഷിപ്പിംഗുമായി ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ചർച്ച നടത്തി. നഷ്ടപരിഹാരം ക്ലെയിമുകൾ ഫയൽ ചെയ്യാനായി സംസ്ഥാന സർക്കാരിനെ സഹായിക്കാൻ ഡെപ്യൂട്ടി നോട്ടിക്കൽ അഡ്വൈസറായ ക്യാപ്റ്റൻ അനീഷ് ജോസഫിനെ നിയോഗിച്ചതായി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അറിയിച്ചിട്ടുണ്ട്. നഷ്ടപരിഹാര ക്ലെയിം ഫയൽ ചെയ്യാൻ മറ്റ് സംസ്ഥാന സർക്കാരുകളെ സഹായിച്ച പരിചയം ഇദ്ദേഹത്തിനുണ്ട്. പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡിമിനിറ്റി എന്ന ഇൻഷുറൻസ് ഏജൻസി കൊച്ചിയിൽ നാശനഷ്ട ബാധിത ഡെസ്ക് സ്ഥാപിച്ചു. ഈ ഏജൻസിയുമായി ബന്ധപ്പെടുന്ന നോഡൽ ഓഫീസർ ഡെപ്യൂട്ടി നോട്ടിക്കൽ അഡ്വൈസറായ ക്യാപ്റ്റൻ അനീഷ് ജോസഫ് തന്നെയാണ്. അദ്ദേഹത്തെ ഈ ആഴ്ച തന്നെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുകയും ബന്ധപ്പെട്ട വകുപ്പുകളിലെ നോഡൽ ഓഫീസർമാരെ പങ്കെടുപ്പിച്ച് യോഗം സംഘടിപ്പിക്കുകയും ചെയ്യും. ക്ലെയിം കൃത്യമായും സമയബന്ധിതമായും ഫയൽ ചെയ്യാൻ ഇത് സഹായിക്കും. കപ്പലിന്റെ അവശിഷ്ടങ്ങളും കണ്ടെയ്നറുകളും മറ്റും നീക്കം ചെയ്യാൻ കാലവർഷത്തിന് ശേഷമേ സാധിക്കൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതുപോലെ അറബിക്കടലിൽ നടന്ന കപ്പൽ അപകടം പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം പഠനം തുടങ്ങി. എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ തീരങ്ങളിലാണ് പഠനം നടത്തുക. 10 സ്ഥലങ്ങളിൽ നിന്നെടുത്ത വെള്ളത്തിന്റെയും മണ്ണിന്റെയും സാമ്പിളുകൾ പരിശോധിച്ചു വരികയാണ്. എണ്ണച്ചോർച്ച അറിയാൻ വെള്ളത്തിന്റെയും മണ്ണിലെയും ഓയിലിന്റെയും ഗ്രീസിന്റെയും സാന്നിധ്യം പരിശോധിക്കും. ജലഗുണനിലവാരവും പഠനവിധേയമാക്കും. ഗവേഷണ കപ്പൽ ഉപയോഗിച്ച് കടലിൽ നിന്നും സാമ്പിൾ ശേഖരണം ആരംഭിച്ചിരുന്നെങ്കിലും കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ തീരക്കടലുകളിൽ നിന്ന് മാത്രമാണ് സാമ്പിളുകൾ ശേഖരിക്കാനായതെന്നും ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് പറഞ്ഞു. കടലിൽ മുങ്ങിയ കണ്ടെയ്നറുകൾ കണ്ടെത്താൻ സോണാർ നിരീക്ഷണം നടത്തും. ഗുജറാത്തിലെ പോർബന്ദർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിശ്വകർമ്മ എന്ന കമ്പനിക്കാണ് ചുമതല. പുതുച്ചേരിയിൽ നിന്നും ഇതിനായി പ്രത്യേക കപ്പൽ എത്തിക്കുമെന്നും മന്ത്രി K. രാജൻ പറഞ്ഞു. മുങ്ങിയ കണ്ടെയ്നറുകളിൽ അപകട ഭീതി ഉയർത്തുന്നത് കാൽസ്യം കാർബൈഡ് ഉൾപ്പെട്ട 12 എണ്ണവും ഒരു റബ്ബർ ഓയിൽ കണ്ടെയ്നറുമാണ്. 5 കാൽസ്യം കാർബൈഡ് കണ്ടെയ്നറുകൾ കപ്പലിന്റെ മുകൾ ഭാഗത്തും മറ്റുള്ളവ താഴത്തെ അറയ്ക്കുള്ളിലുമാണ്. മറ്റു കണ്ടെയ്നറുകളിൽ സാധാരണ ചരക്കുകളാണ്. കപ്പൽ ചാലിൽ നിന്ന് മാറി
50 മീറ്റർ താഴ്ചയിലാണ് മുങ്ങിയ കപ്പൽ. ചരക്ക് കപ്പൽ ഗതാഗതത്തിന് ഇത് തടസ്സമല്ല. അതുപോലെ കടലിൽ എണ്ണപ്പാട പരക്കുന്നത് തടയാൻ ഓയിൽ ബൂമുകൾ സജ്ജമാക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകി.